ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിജാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ല, അൽഹംദുലില്ലാ. എനിക്ക് ഫാമിലിക്ക് സുഖം തന്നെ. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് ദുആ ചെയ്യാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 റെസിപ്പീസിൻ്റെ വീഡിയോ കൊണ്ടാണ്. നല്ല ടേസ്റ്റായ 2 റെസിപ്പീസാണ്. അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിലെന്തെല്ലാമാണ് ചേർക്കുന്നതെന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു 3 മണിക്കൂർ മുമ്പേ 2 സ്പൂൺ അരി കുതിർത്ത് വെക്കുക. പച്ചരിയാണ് കുതിർത്ത് വെച്ചത്. ഞാൻ രാവിലെയാണ് ഇതുണ്ടാക്കിയത്. രാത്രി തന്നെ കുതിർത്ത് വെച്ചിരുന്നു. വാഷ് ചെയ്താണ് കുതിർത്ത് വെച്ചത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തെരുതെരിപ്പോടുകൂടി അരച്ചെടുക്കുക. പിന്നെ അതിൽ ചേർത്ത് കൊടുക്കുന്നത് റോബസ്റ്റ് പഴമാണ്. ഇങ്ങനെ റോബസ്റ്റ് പഴം കഷ്ണങ്ങളാക്കിയോ മുഴുവനായോ ഇട്ട് കൊടുക്കുക. മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണ്. മുഴുവനായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് മധുരത്തിന് വേണ്ടുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2-3 ഏലക്കായും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അരച്ചെടുക്കുക. അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട അരച്ചെടുത്ത മാവാണിത്. അതിലേക്ക് 3 സ്പൂൺ മൈദപ്പൊടിയും 3 സ്പൂൺ അരിപ്പൊടിയും, നമ്മൾ പത്തിരിക്ക് ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പാകം ഇതേപോലെ സ്പൂണിൽ കോരിയാൽ ഇതേപോലെ ചീനച്ചട്ടിയിലേക്ക് വീഴുന്നതാണ്. ടേസ്റ്റിന് വേണ്ടി 1-2 സ്പൂൺ തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക. അങ്ങനെ സ്റ്റവ് ഓണാക്കി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഇതേപോലെ ഓരോ സ്പൂണായി ഒഴിച്ചു കൊടുത്തു. ഒരു 3-4 ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് 3-4 ഇട്ട് കൊടുക്കാം. അങ്ങനെ 4 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോൾഡൻ കളറായാൽ ഇതേപോലെ ഒന്ന് തിരിച്ചിടുക. പഴം ചേർത്തതുകൊണ്ട് സോഡാപ്പൊടിയൊന്നും തന്നെ ചേർക്കണ്ട. ഇതേപോലെ ആയി വരും. പിന്നെ അന്ന് ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കിയത് നെയ്പ്പത്തിരിയാണ്. അങ്ങനെ ആ ചീനച്ചട്ടിയിൽ തന്നെ നെയ്പ്പത്തിരിയും ചുട്ടെടുത്തു. ഫ്രിഡ്ജിൽ നെയ്പ്പത്തിരിൻ്റെ അരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ നെയ്പ്പത്തിരിയും അതിൽ തന്നെ ചുട്ടെടുത്തു. അങ്ങനെ എല്ലാവരും ചായ കുടിക്കുകയും ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ചോറുണ്ടാക്കാൻ തുടങ്ങി. ചോറിനന്നുണ്ടാക്കിയത് മാങ്ങയും ടൊമാറ്റോ ചേർത്തിട്ടുള്ള നല്ലൊരു ചട്നിയാണ്. നല്ല ടേസ്റ്റായിരുന്നു. ഇതിന് കറികളൊന്നും തന്നെ വേണ്ട. ചമ്മന്തിയും കൂട്ടിയിട്ട് നമുക്ക് ദോശ, ചപ്പാത്തി എല്ലാം കഴിക്കാം. ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഞാൻ ചോറിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയത്. ആദ്യം തന്നെ ടൊമാറ്റോ ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. മാങ്ങ ഇതേപോലെ തൊലി കളയാതെ ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. സ്റ്റവ് ഓണാക്കി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിക്കുക. എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ ഇതേപോലെ തക്കാളിയും മാങ്ങയും നിരത്തി വെക്കുക. അതിൽ തന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ഇടുക. 2-3 പ്രാവശ്യം അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം ഇതേപോലെ തക്കാളിയുടെ തൊലിയും മാങ്ങ ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കുകയും ചെയ്യുക. തക്കാളിയുടെ തൊലിയെല്ലാം ഇതേപോലെ കളയുക. പെട്ടെന്ന് ചെയ്യാൻ കഴിയും. പിന്നെ മാങ്ങയുടെ പൾപ്പ് ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ എടുക്കുക. തണുത്തതിന് ശേഷമേ ചെയ്യാവൂ. അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത മാങ്ങയും ടൊമാറ്റോ ആണിത്. അങ്ങനെ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് മാങ്ങയും ടൊമാറ്റോ ഇടുക. അതിൻ്റെ കൂടെ തന്നെ വാട്ടിയെടുത്ത പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കുക. 1 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഞാൻ കുറച്ചേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് ഇടുന്നുണ്ട്. കുട്ടികൾക്ക് എരിവ് അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് കുറച്ച് മാത്രമേ മുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 കഷ്ണം സവാളയും കുറച്ച് മല്ലിയിലയുമാണ്. അങ്ങനെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത ചട്നിയാണിത്.
നല്ല ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ മാങ്ങയുടെ സീസണല്ലേ ഇപ്പോൾ, അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അങ്ങനെ അന്ന് ലഞ്ചിന് ചോറും ചട്നി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും കുട്ടികൾക്കെല്ലാം നന്നായി ഇഷ്ടപ്പെട്ട് എല്ലാവരും ഫുഡ് കഴിക്കുകയും ചെയ്തു. കുറച്ച് ബാക്കി ഉണ്ടായിട്ട് പിറ്റേന്നേക്ക് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്തത്. പിറ്റേന്നും കുട്ടികൾ കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.